അരിമ്പൂരിൽ കാവടിയാട്ടത്തിനിടെ 16-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പ്രതികൾ പിടിയിൽ. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കൽപ്പറ്റയിൽ 16-കാരൻ ക്രൂരമർദ്ദനത്തിന് ഇരയായതിനു പിന്നാലെയാണ് തൃശൂർ അരിമ്പൂരിലും സമാനമായ സംഭവം പുറംലോകം അറിയുന്നത്. ഇക്കഴിഞ്ഞ 5-ന് തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ധനപൂയ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിനിടയിലാണ് സംഭവം. കാവടിയാട്ടത്തോട് ചേർന്ന് നൃത്തം ചെയ്യുകയായിരുന്ന 16-കാരന്റെ ദേഹത്തേക്ക് പ്രതി വീണിരുന്നു. കുട്ടി അപ്പോൾ തന്നെ ഇയാളെ തള്ളിമാറ്റി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് 4 പ്രതികൾ ചേർന്ന് കുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ 6-ന് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ അരിമ്പൂർ ഓളംതള്ളിപ്പാറ കുളത്തിനരികിൽ വെച്ച് 16-കാരനെ കൈകൊണ്ടും വടികൊണ്ടും പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയെ പ്രതികൾ അസഭ്യം പറഞ്ഞും ജാതിപ്പേര് വിളിച്ചും അധിക്ഷേപിച്ചിരുന്നു. പ്രതികൾ കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനിടെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഈ കേസിലാണ് 4 പ്രതികളെ അന്തിക്കാട് പോലീസ് പിടികൂടിയത്. അരിമ്പൂർ 4-കല്ല് സ്വദേശികളായ ചേന്നംകുളം വീട്ടിൽ ശ്രീഷ്ണവ്, കണ്ണോളി വീട്ടിൽ രാജേഷ്, വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ, അരിമ്പൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി എന്നിവരാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ അന്തിക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.